അഗ്രേറിയൻ റവല്യൂഷനാണ്. അതാണ് മറ്റേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. അതും ഇംഗ്ലണ്ട് വശത്ത്, അതും ഇംഗ്ലണ്ട് തന്നെയാണ്. അതും ബാക്കിയുള്ള മേഖലയിലേക്കും ഉണ്ട്. So the changes that took place in the method of agriculture and the cattle breeding came to be known as agrarian revolution. അപ്പോൾ കാർഷിക വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ മേഖലയിലും ഉണ്ടായ ചേഞ്ചസ് ആണ് ഇതെന്ന് പറയുന്നത് അഗ്രേറിയൻ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. They carried on cultivation in small plates, making use of old methods. അപ്പോൾ പണ്ട് കാലത്ത് അവർ കൃഷി ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്, കൊച്ചു കൊച്ചു പ്ലോട്ടുകളിൽ എന്ത് ചെയ്യുന്നു, പഴയ കാർഷിക രീതികൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നടത്തിയിരുന്നു, ജനങ്ങൾ കൃഷി നടത്തിയിരുന്നു. ഇംഗ്ലണ്ടിൽ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. സോ ഡ്യൂറിങ് ദ ലെഷർ ടൈം they reared cattle and undertook certain domestic industries. അപ്പോൾ അവർക്ക് എന്താണ്, വെറുതെ സമയം കിട്ടുന്ന ലെഷർ ടൈം പീരീഡിൽ അവരെന്ത് ചെയ്യുന്നത്, കന്നുകാലികളെയൊക്കെ മേയ്ക്കുകയും അതുപോലെ ചെറിയ ഗാർഹികമായിട്ടുള്ള വ്യവസായങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു, നടത്തിയിരുന്നു. their cattle were yielded little milk and meat. അപ്പോൾ ഈ കന്നാലികളിൽ നിന്നും അവർക്ക് എന്താണ്, വളരെ കുറച്ച് മാത്രമേ അതിനുള്ള മിൽക്കും അല്ലെങ്കിൽ മീറ്റും ഒക്കെ എന്ത് ചെയ്തെന്നുള്ളവർക്ക് ലഭിച്ചിരുന്നു. കാരണം കന്നാലികളെന്ന് പറയുന്നത് വളരെ സ്മാൾ ഇൻ സൈസായിരുന്നു, കുറച്ച് കൊച്ചു പശുക്കളൊക്കെ ആയിരുന്നു. അപ്പം പാലിലും അതുപോലെ മീറ്റ് ഉൽപ്പാദനമൊക്കെ എന്താണ് കുറവായിരുന്നു. എന്നാൽ മെനി മെഷീൻസ് വെയർ ഇൻവെൻറ്റഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ധാരാളം മെഷീൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടൺ ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് മെഷീൻസ് എന്ത് ചെയ്തു വന്നു. അതേപോലെ കാർഷിക മേഖലയിലും അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം മെഷീനുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. അഗ്രികൾച്ചർ ഇൻ സ്മാൾ പ്ലോട്ട്സ് കുഡ് നോട്ട് ബി ക്യാരിഡ് ഓൺ ദീസ് മെഷീൻസ്. ഈ മെഷീനുകൾ വന്നപ്പോൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയാതെ വന്നു ഈ മെഷീൻസ്. കാരണം മെഷീനെല്ലാം വലിയ മെഷീനുകളായിരുന്നു. ഇപ്പോൾ ചെറിയ പ്ലോട്ട് ഓഫ് ലാൻഡ്സിൽ എന്തായത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ദ സ്മാൾ സ്കെയിൽ ഫാമിംഗ് ഗേവ് പ്ലേസ് ടു ലാർജ് സ്കെയിൽ ഫാമിംഗ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ചെറുകിട കൃഷി എന്തായിട്ട് മാറപ്പെട്ടു, വൻകിട കൃഷി മേഖലകളായിട്ട് മാറപ്പെടുകയും കാറ്റിൽ ബ്രീഡിംഗ് വാസ് ആൾസോ ഇംപ്രൂവ്ഡ്. കന്നാലി വളർത്തൽ എന്ത് ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ദീസ് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ ബ്രീഡിംഗ് came to be called agrarian revolution. അപ്പോൾ ഇങ്ങനെ വന്ന കന്നാലി വളർത്തൽ മേഖലയിലും കാർഷിക മേഖലയിലും ഉണ്ടായ മാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്, നമ്മൾ അഗ്രേറിയൻ റവല്യൂഷൻ അഥവാ കാർഷിക വിപ്ലവം എന്ന് പറയപ്പെടുന്നു. അപ്പം 3 മാർക്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം അഗ്രേറിയൻ റവല്യൂഷൻ. അപ്പോൾ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ എന്താണ് കാറ്റിൽ ബ്രീഡിങ്ങിലും ഉണ്ടായ ചേഞ്ചസ് ആണ് അഗ്രേറിയൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. During the early period, the people began to use small plots of lands for cultivation, and they also reared cattle. But the cattle are very small size, and so they get only limited milk and meat. So they introduced large number of machines, improving agriculture as well as cattle breeding. So the changes that took place in this field is known as agrarian revolution. 3 മാർക്ക് ചോദിച്ചാൽ എത്രയാണ്. ദെൻ ഇതിൻ്റെ കോസസ് ആണ് So many causes that led in agrarian revolution. പല കാരണങ്ങളും എന്തിനു വഴിതെളിച്ചു, കാർഷിക വിപ്ലവം ഉണ്ടാവുന്നതിന് വഴിതെളിക്കുകയുണ്ടായി. The change in the economic system of England was the first factor that led to revolution. ഇംഗ്ലണ്ടിൻ്റെ സാമ്പത്തിക സംവിധാനത്തിലുണ്ടായ മാറ്റമാണ് ഇതിന് കാരണമാകുന്നത്, അഗ്രേറിയൻ റവല്യൂഷന് കാരണമായ ഒന്നാമത്തെ ഫാക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയാൻ കഴിയുന്നത്. ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ എക്കണോമിക് സിസ്റ്റം ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടായ മാറ്റം അതെന്തിന് കാരണമായി, ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഫാക്ടർ ദാറ്റ് ലെഡ് ടു ദ റവല്യൂഷൻ. ദെൻ ദ 18th century witnessed the great changes in the economic system of England. നമ്മൾ കണ്ടായിരുന്നു 12ാം നൂറ്റാണ്ടിലോടുകൂടി എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ചേഞ്ചസ് ആണ്. പുതിയ പുതിയ മെഷീൻസും ഒക്കെ വന്നതിൻ്റെ ഫലമായി ഒരു മെക്കനൈസ്ഡ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് എക്കണോമിക് സിസ്റ്റത്തിൽ എവിടെ ഉണ്ടാവുന്നു, ഇംഗ്ലണ്ടിൽ. അതിൻ്റെ ഫലമായിട്ട് നാഷണൽ ഇൻകം വാസ് ഇൻക്രീസ്ഡ്. ദേശീയ വരുമാനം എന്ത് ചെയ്യാൻ തുടങ്ങി, വർദ്ധിക്കാനായിട്ട് തുടങ്ങുന്നു.
This was followed by an increase in the living standard and comforts of life. ഇതിന് തൊട്ട് പുറകെ എന്ത് സംഭവിക്കുന്നു? ജനങ്ങളുടെ ജീവിത രീതിയിലും അവരുടെ ജീവിത സൗകര്യങ്ങളിലുമൊക്കെ എന്ത് ചെയ്യുന്നു? ധാരാളം ചേഞ്ചസ്, മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ദ പോപ്പുലേഷൻ ആൾസോ ഇൻക്രീസ്ഡ്. അതിൻ്റെ ഫലമായിട്ട് ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ, കംഫോർട്ട് കൂടിയപ്പോൾ എന്ത് ചെയ്തു? പോപ്പുലേഷനകത്തും ധാരാളം എന്ത് ചെയ്തു? ചേഞ്ചസ് ഉണ്ടാകുന്നു. ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ഗ്രോയിങ് പോപ്പുലേഷൻ correspondingly increase are made with in the population of agriculture products, milk and meat. അപ്പോൾ ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുവാൻ, നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിലും മിൽക്കിലും മീറ്റിലും ഒക്കെ എന്ത് ചെയ്തു? ഉൽപ്പാദനം കൂട്ടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അവർക്ക് എന്ത് ചെയ്തു? പോയി. ദിസ് ഗേവ് ആൻ ഇമ്പാക്ട് ടു ദ റവല്യൂഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ ബ്രീഡിംഗ്. ഈ ഒരു സംഭവം എന്ത് കാരണമാകുന്നു? അഗ്രികൾച്ചർ മേഖലയിലും അതുപോലെ തന്നെ കാറ്റിൽ ബ്രീഡിംഗ് മേഖലയിലും എന്ത് ചെയ്തു? റവല്യൂഷൻസ് കൊണ്ടുവരുന്നതിന് കാരണമാകും. അതാണ് ഫസ്റ്റ് റീസൺ. ഇനി രണ്ടാമത്തത്, ദ ഡിഫക്ട്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ ലെഡ് ടു ദ അഗ്രിയൻ റവല്യൂഷൻ. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 18th സെഞ്ച്വറിയിൽ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങളിലുണ്ടായ പോരായ്മ എന്തിന് കാരണമാകുന്നു? അഗ്രേറിയൻ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. കാരണം അഗ്രികൾച്ചർ വാസ് ക്യാരിഡ് ഓൺ ഇൻ സ്മാൾ പ്ലോട്ട്സ്. കുറച്ച് ചെറിയ മേഖലകളിൽ മാത്രമായിരുന്നു അന്ന് നടത്തിയിരുന്നത്, കൃഷി നടത്തിയിരുന്നത്. വുഡൻ പ്ലോസ് ആൻഡ് ഓൾഡ് മെത്തേഡ്സ് വെയർ യൂസ്ഡ്. മരം കൊണ്ടുള്ള എന്താണ് പ്ലോ ചെയ്യുന്ന യന്ത്രങ്ങൾ, കലപ്പയും ഒക്കെ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ പഴയ ഒരു കാർഷിക രീതിയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഉപയോഗിച്ചിരുന്നത്. These small plots were separated by balks. The ബാൾക്കുകളായിട്ട് എന്ത് ചെയ്യുന്നു? ഈ മേഖലകളെ എന്ത് ചെയ്യുന്നു? ഇവർ തരംതിരിച്ചിരുന്നു. ആൻഡ് നോബഡി വാസ് റെസ്പോൺസിബിൾ ഫോർ ദീസ് ബാൾക്സ്. ഈ ബാൾക്കുകൾക്ക് ആർക്കും എന്താണ് വലിയ ഉത്തരവാദിത്വമൊന്നും എന്താ അവർക്ക് ഉണ്ടായിരുന്നില്ല. വീഡ്സ് ഗ്രോ ഓൺ ദീസ് ബാൾസ് ഇൻ പ്ലെൻറ്റി ആൻഡ് ദീസ് വീഡ്സ് സ്പ്രെഡ് ഇൻ ടു അഗ്രികൾച്ചർ ലാൻഡ്സ്. അപ്പോൾ ഈ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? ഈ ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ബാൾക്ക്, BALK ബാൾക്കുകളായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആരും അതിനെ ശ്രദ്ധിക്കാതെ വരികയും അവിടെ ധാരാളം എന്ത് ചെയ്യുന്നു? വീഡ്സുകൾ, കളകളൊക്കെ എന്ത് ചെയ്ത് വളരുകയും അത് മറ്റ് മേഖലയിലേക്ക് എന്ത് ചെയ്തു? വ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദ സിസ്റ്റം ഓഫ് കൾട്ടിവേഷൻ വാർ ആൾസോ ഡിഫക്റ്റീവ്. അവിടെ ഉപയോഗിച്ചിരുന്ന കാർഷിക സമ്പ്രദായവും കൾട്ടിവേഷൻ സിസ്റ്റവും എന്തായിരുന്നു? വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവായിട്ടുള്ള ഒന്നായിരുന്നു എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ചിരുന്നത്. സോ 3 ഫീൽഡ് സിസ്റ്റം പ്രിവൈൽഡ് ഇൻ ഇംഗ്ലണ്ട്. 3 ഫീൽഡ് സമ്പ്രദായമായിരുന്നു എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ചിരുന്നത്. അതായത് only 2/3 ഓഫ് ദി ലാൻഡ് വാസ് കൾട്ടിവേറ്റഡ് എവറി ഇയർ ആൻഡ് 1/3 വാസ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ്. അപ്പോൾ 3 ഫീൽഡ്സിൻ്റെ പ്രത്യേകത 2/3 ഭാഗം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു സമയം കൃഷിക്ക് ഉപയോഗിച്ചിരുന്നുള്ളൂ. അതിൽ എന്താ 1/3 ഭാഗം എന്ത് ചെയ്തു? അൺകൾട്ടിവേറ്റ് ആയിട്ട് എന്താ മാറി ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ മാറ്റിയിട്ടിരുന്നു. സോ ദിസ് റെഡ്യൂസ് ദ ഈൽഡ്. ദിസ് ഫോഴ്സ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ അഗ്രികൾച്ചർ. അത് ഇവരുടെ എന്താണ്? ഉൽപ്പാദനം കുറച്ചു. ആ ഉൽപ്പാദനത്തിനുണ്ടായ കുറവ് എന്തിന് കാരണമാകുന്നു? പുതിയ അഗ്രികൾച്ചർ മെത്തേഡ്സ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കാരണമാകുന്നു. ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് 3 ഫീൽഡ് സിസ്റ്റം. അപ്പോൾ 3 ഫീൽഡ് സിസ്റ്റം was an agriculture system which was prevalent in England during the 18th century. According to this system, 2/3 of the land was cultivated every year and 1/3 was left uncultivated. So this led to the decline of yielding. 2/3 ഉപയോഗിച്ചു, 1/3 അൺകൾട്ടിവേറ്റഡ് ആയിട്ടിരുന്നു. 2/3 ഭാഗം ഉപയോഗിച്ചു, 1/3 ഭാഗം എന്ത് ചെയ്തു? ശരിയാവുന്നില്ല. സ്റ്റോപ്പ് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നു. 1/3 എന്ത് ചെയ്തു? അൺകൾട്ടിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് ഈൽഡ് കുറയുന്നതിന് കാരണം. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ അത് അത്രയും എന്ത് ഓർത്ത് വെച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഈ 3 ഫീൽഡ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നത് എന്തിനാണ് കാരണമാകുന്നു? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? പുതിയ മെത്തേഡ്സിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി മൂന്നാമത്തെ പ്രോസസ്സാണ് the defect that existed in the system of cattle breeding was another important factor for the revolution. അതായത് കന്നുകാലികളെ വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സമ്പ്രദായം
വളരെ ഡിഫക്റ്റീവായ ഒരു സമ്പ്രദായമായിരുന്നു അന്ന് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമ്പ്രദായം എന്തിന് കാരണമാകുന്നു? പിന്നെ അഗ്രേറിയൻ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമാകും. അതായത് കാറ്റിൽസ് വെയർ സ്മാൾ ഇൻ സൈസ് ആൻഡ് ദേ ഈൽഡഡ് എ ലിറ്റിൽ മിൽക്ക് ആൻഡ് മീറ്റ്. അപ്പോൾ കന്നാലികൾ എന്ന് പറയുന്ന വലിപ്പം കൊണ്ട് വളരെ ചെറുതായിരുന്നു, അതുകൊണ്ട് അതിനകത്ത് കിട്ടുന്ന മിൽക്കും മീറ്റും വളരെ കുറവായിരുന്നു. ദ ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ ഡിമാൻഡഡ് ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് ആൻഡ് അതർ ആനിമൽ പ്രൊഡക്ട്സ്. ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് കൂടുതൽ മിൽക്ക് ഉൽപ്പന്നങ്ങളും മറ്റ് പ്രോഡക്റ്റുകളും എന്ത് ചെയ്തു? അവർ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. സോ ന്യൂ മെത്തേഡ് ഹാർഡ് ടു ഫൗണ്ട് ഔട്ട് ടു ഇൻക്രീസ് ദീസ് പ്രൊഡക്ട്സ്. അതുകൊണ്ട് എന്ത് ചെയ്തു? പുതിയ പുതിയ പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ പുതിയ പുതിയ മെത്തേഡ്സ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ മിൽക്ക് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു. സോ ആൾ ദീസ് ഫാക്ടേഴ്സ് പേവ്ഡ് ദ വേ ഫോർ ദി അഗ്രേറിയൻ റവല്യൂഷൻ. ഈ പറഞ്ഞ ഘടകങ്ങൾ എന്തിന് കാരണമാകുന്നു? അഗ്രേറിയൻ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഫാക്ടേഴ്സ് ഓഫ് ദി അഗ്രേറിയൻ റവല്യൂഷൻ. അഗ്രേറിയൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമുക്ക് കാണേണ്ടത്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് അഗ്രേറിയൻ റവല്യൂഷൻ വാസ് ദി അഡോപ്ഷൻ ഓഫ് ന്യൂ മെത്തേഡ് ഫോർ കൾട്ടിവേഷൻ. അപ്പോൾ അഗ്രേറിയൻ റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ മെത്തേഡുകൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. The system of cultivation that prevailed in England until the 18th century was three-field system or open field system. 18ാം നൂറ്റാണ്ട് വരെ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന കാർഷിക സമ്പ്രദായം എന്ന് പറയുന്നത് 3 ഫീൽഡ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ അതിനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് എന്താ? ഓപ്പൺ ഫീൽഡ് സിസ്റ്റം എന്നായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഇതിനെ വിളിച്ചിരുന്നു. 18ാം നൂറ്റാണ്ട് വരെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന കാർഷിക സമ്പ്രദായം 3 ഫീൽഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓപ്പൺ ഫീൽഡ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, ഈ സമ്പ്രദായം അനുസരിച്ച് ഈച്ച് ഫാമേഴ്സ് ഡിവൈഡഡ് ഹിസ് സ്മാൾ പ്ലോട്ട്സ് ഇൻ ടു 3 ഫീൽഡ്. ഓരോ കർഷകനും എന്ത് ചെയ്തിരുന്നു? അവൻ്റെ കൃഷിസ്ഥലം 3 പ്ലോട്ടുകളായിട്ട് എന്ത് ചെയ്തിരുന്നു? ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ 2 of these were cultivated every year. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിനകത്ത് 2 ഭാഗം എന്ത് ചെയ്യും? എല്ലാ വർഷവും കൃഷി നടത്തും അതിൽ. ആൻഡ് 1 part വാസ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ്. അതിൽ ഒരു ഭാഗം എന്താ? അൺകൾട്ടിവേറ്റഡ് ആയിട്ട് ഉപയോഗിച്ചു. സോ ദിസ് സിസ്റ്റം വർക്ക് ഇൻ എ ടെറിബിൾ ലോസ്. അപ്പോൾ ഇങ്ങനത്തെ സമ്പ്രദായം പ്രവർത്തിക്കുമ്പോൾ എന്താണ്? അതിൽ അവർക്ക് വളരെയധികം നഷ്ടങ്ങൾ എന്ത് ചെയ്തു? ഉണ്ടാക്കി. In 1783, Lord Townshend encouraged the people to. So in 1783, Lord Townshend encouraged the people to try the 4-field system or rotation of crops. അപ്പോൾ 1783 ലോർഡ് ടൗൺഷെൻഡ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളോട് 4-ഫീൽഡ് സിസ്റ്റം അല്ലെങ്കിൽ റൊട്ടേഷൻ ക്രോപ്സ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അഭ്യർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ദ ലാൻഡ് ഹാഡ് ടു ബി ഡിവൈഡഡ് ഇൻറ്റു 4 ഫീൽഡ്. ഭൂമി എത്രയായി തിരിച്ച്? 4 ഭാഗമായി ഡിവൈഡ് ചെയ്തു. ആൻഡ് ഈച്ച് ഓഫ് ദം 4 crops had to be cultivated in every field in rotation. അപ്പോൾ ഓരോ ഫീൽഡിലും എന്ത് ചെയ്തിരുന്നു? ഇപ്പോൾ 4ആയി തിരിച്ചു നമ്മൾ പറഞ്ഞു. അതിലെന്ത് ചെയ്യുന്നു? 4 തരത്തിലുള്ള വിളകൾ എന്ത് ചെയ്തു? ഓരോ വർഷവും അവർ റൊട്ടേഷൻ അനുസരിച്ച് ഓരോ വർഷവും അവരെന്ത് ചെയ്തു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് 4 ഭാഗമായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗത്തും എന്താണ്? ഓരോ ടൈപ്പിലുള്ള. അപ്പോൾ 4 ഫീൽഡ് ആകുമ്പോൾ 4 types of crops were adopted for cultivation in rotation. എന്ത് ചെയ്തു? തുടർച്ചയായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് 4 type ക്രോപ്സ് അവർ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. He insisted that wheat, oats, clover and turnip should be cultivated in every field. അപ്പോൾ ഓരോ ഫീൽഡിലും എന്താണ്? ഒരിടത്ത് വീറ്റ്, ഒരിടത്ത് ഓട്സ്, ദെൻ ഒരിടത്ത് ക്ലോവർ, ദെൻ ടർണിപ്പ്.
ഇത് 4 എന്ത് ചെയ്യുന്നു, മാറി മാറി ഓരോ ഫീൽഡിൽ കൃഷി ചെയ്യാൻ എന്ത് ചെയ്തു ആവശ്യപ്പെടുന്നു. ക്ലോവർ ആൻഡ് ടർണിപ്പ് വെയർ റൂട്ട് ക്രോപ്സ്. ഇപ്പോൾ ക്ലോവറും ടർണിപ്പും എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ക്രോപ്സ് ആണ്. അതുകൊണ്ട് their roots contained nitrogen which could add to the fertility of the soil. അപ്പോൾ ഈ റൂട്ട് ക്രോപ്സ് ആയിട്ടുള്ള ക്ലോവറിലും ടർണിപ്പിൻ്റെ റൂട്ട്സിൽ എന്തുണ്ട്, ഹൈഡ്രജൻ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ ആ ഹൈഡ്രജൻ കണ്ടൻറ് ഉള്ളത് കൊണ്ട് അത് ആ സോയിലിൻ്റെ മണ്ണിൻ്റെ എന്താ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുമെന്ന് ആര് പറഞ്ഞു, ഈ ലോർഡ് ടൗൺഷെൻഡ് പറഞ്ഞു. സോ ടൗൺഷെൻഡ് വാസ് വെരി എന്തൂസിയാസ്റ്റിക് about the cultivation of turnip. അപ്പോൾ ഈ ടൗൺഷെൻഡ് കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ഏതാണ്, ഈ ഒരു 4 ഫീൽഡ് സിസ്റ്റം അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് ക്രോപ്സ്. സോ ടൗൺഷെൻഡ് വാസ് വെരി എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദ കൾട്ടിവേഷൻ ഓഫ് ടർണിപ്പ്. അപ്പോൾ ടർണിപ്പിൻ്റെ കൾട്ടിവേഷൻ അദ്ദേഹം വളരെയധികം എന്താ ആകാംക്ഷാഭരിതനായിരുന്നു, എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. സോ ഹി വാസ് നിക്നെയിംഡ് ആസ് ടർണിപ്പ് ടൗൺഷെൻഡ്. അതുകൊണ്ട് അദ്ദേഹം ഏത് പേരിൽ അറിയപ്പെട്ടു, ഒറ്റ പേരിൽ ടർണിപ്പ് ടൗൺഷെൻഡ് എന്ന പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെട്ടത്. ടർണിപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 തിരിക്കുന്നതിനാണോ? അല്ല, ടർണിപ്പ് എന്ന് പറയുന്നത് ഒരു ക്രോപ്പാണ്. നമ്മളിലെ ക്യാരറ്റ് പോലെ ഇരിക്കുമല്ലോ, ക്യാരറ്റ് പോലെ ടൈപ്പിൽ വെളുത്ത നിറത്തിൽ കണ്ടിട്ടില്ലേ, ടർണിപ്പ്. അതിൻ്റെ വേറെ വാക്ക് എനിക്കറിയില്ല, സ്പിനാഷോ. അപ്പോൾ ആ സാധനം. അപ്പോൾ അദ്ദേഹം വീറ്റ്, ഓട്സ്, ക്ലോവർ, ടർണിപ്പ്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ ഏറ്റവും ഇൻട്രസ്റ്റ് കാണിച്ചത് ടർണിപ്പിൻ്റെ കൃഷിക്കാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ടർണിപ്പ് ടൗൺഷെൻഡ് എന്ന പേരിൽ എന്ത് ചെയ്തു ഇവിടെ അറിയപ്പെടുകയും ചെയ്തു. സോ ദ യൂസ് ഓഫ് മെഷീൻസ് ഇൻ അഗ്രികൾച്ചർ പ്രോസസ് വാസ് അനദർ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് അഗ്രൈൻ റവല്യൂഷൻ. അഗ്രൈൻ റവല്യൂഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മെഷീനുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് 18th സെഞ്ചുറിയിലല്ല? അതെ. സോ മെഷീൻസ് വയർ ഇൻവെൻറ്റഡ് ടു പ്ലോ, സോ ആൻഡ് ത്രഷ്. അപ്പം മെഷീൻ എന്തിനൊക്കെ ഉപയോഗിച്ചു, നില ഒഴുകാൻ, നില ഒഴുകാൻ വേണ്ടിയിട്ട്, വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ എന്ത് ചെയ്യാൻ കറ്റയടിച്ച് സീഡ്സ് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, മെഷീനുകളൊന്ന് ഉപയോഗിച്ചിരുന്നു. ഇൻ 1731 ജെ ത്രോട്ടിൽ ഇൻവെൻറ്റഡ് ദ സ്വീഡ് ഡ്രിൽ. 1731 ജെ ത്രോട്ടിൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു, സീഡ് ഡ്രിൽ എന്ന് പറയുന്നൊരു മെഷീൻ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. With this machine, seeds could be sown in rows instead of with this machine, seeds could be sown in rows instead of broadcasting them. അതായത് ഈ സീഡ്സ് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അത് റോ ആയി നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഈ സീഡ് എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും, വേർതിരിക്കാനായിട്ട് കഴിയും. സോ ഓൺലി എ സ്മാൾ ക്വാണ്ടിറ്റി വാസ് റിക്വയർഡ്. പക്ഷേ അതിന് പോരായ്മ എന്ന് വെച്ചാൽ എന്താണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ അതിൻ്റെ ഇതിൽ കിട്ടിയിരുന്നുള്ളൂ. സോ ദ മെഷീൻ സെർവ്ഡ് ദം പർപ്പസ് ഓഫ് പ്ലോയിങ്, സോയിങ് ആൻഡ് കവറിങ് ദ സീഡ്സ് വിത്ത് സോയിൽ. ഈ മെഷീൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയപ്പെടുന്നത് എന്താണ്, ഈ പർപ്പസിന് വേണ്ടി അവർ എന്ത് ചെയ്തു, മെഷീൻ അവർ ഉപയോഗിച്ചിരുന്നു. അതായത് പ്ലോ ചെയ്യുന്നതിന്, അത് സോയിൽ സോ ചെയ്യുന്നതിനും, ആ സീഡുകൾ എന്ത് ചെയ്യാൻ കവർ ചെയ്യുന്നതിനും, മണ്ണിനോടൊപ്പം എന്ത് ചെയ്യാൻ ആ വിത്തുകൾ മൂടുന്നതിനും വേണ്ടി അവരെന്ത് ചെയ്തു, ഈ സീഡിലെന്ന മെഷീൻ എന്ത് ചെയ്തു, ഉപയോഗിക്കുക ചെയ്തു. പിന്നെ അടുത്തത്, അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് അഗ്രൈൻ റവല്യൂഷൻ വാസ് ദ വാസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ബ്രീഡിംഗ് ഓഫ് കാറ്റിൽസ് ആൻഡ് ഷീപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയപ്പെടുന്നത് കന്നുകാലികളെയും അല്ലെങ്കിൽ ആടുകളുടെയും വളർത്തലുണ്ടായ ഡെവലപ്മെൻ്റ് ആയിരുന്നു. എ ഫാർമർ ബേക്ക്വെൽ ഇൻട്രൊഡ്യൂസ്ഡ് സയൻറ്റിഫിക് ബ്രീഡിംഗ് ഓഫ് കാറ്റിൽ ആൻഡ് ഷീപ്പ്. ഇപ്പോൾ ബേക്ക്വെൽ എന്ന് പറയുന്ന ഒരു ഫാർമർ, അദ്ദേഹം എന്ത് ചെയ്തു, സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്രീഡിംഗ് സിസ്റ്റം എന്ത് ചെയ്തു, കാറ്റിലും ഷീപ്പിലും എന്ത് ചെയ്തു, ഉപയോഗിച്ചു. ഹി വാസ് എ നേറ്റീവ് ഓഫ് ലൈസഷെയറിലെ ഒരു അംഗമായിരുന്നു ഇയാൾ. ബൈ സയൻറ്റിഫിക് ബ്രീഡിംഗ് ഹി പ്രൊഡ്യൂസ്ഡ് എ ന്യൂ ടൈപ്പ് ഓഫ് ഷീപ്പ്. അപ്പോൾ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ബ്രീഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ ഇനത്തിലുള്ള ഒരു ഷീപ്പിനെ എന്ത് ചെയ്തു, കണ്ടുപിടിക്കുകയുണ്ടായി. സോ ഹി
His sheep were called New Leicestershire sheep എന്ന പേരിൽ എന്ത് ചെയ്തു അറിയപ്പെട്ടു. They were heavier and yielded larger quantities of milk. വലിയ ആടുകളായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് എന്ത് ചെയ്യുന്നു ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. Then Charles Colling in Durham tried certain new methods. ഇനി മറ്റൊരാളാണ് എന്താ ചാൾസ് കോളിംഗ്. അദ്ദേഹം ഡർഹാംകാരനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു പുതിയ കുറേ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തു. ആൻഡ് ഹി പ്രൊഡ്യൂസ്ഡ് ഹിസ് ഡർഹാം ഷോർട്ട് ഹോൺസ്. ഡർഹാം ഷോർട്ട് ഹോൺസ് എന്ന പേരിൽ എന്ത് ചെയ്തു മറ്റ് ഒരു ബ്രീഡിനെ അദ്ദേഹം എന്ത് ചെയ്തു പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. സോ ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ദർ വാസ് എ ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് 2 പുതിയ ന്യൂ വെറൈറ്റീസ് ഓഫ് കാറ്റിൽ ഷീപ്പാണ് എന്ത് ചെയ്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് എന്തിനു സഹായിച്ചു ഈ മേഖലയിൽ ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് സഹായിച്ചു. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് അഗ്രേറിയൻ റവല്യൂഷൻ വാസ് ദ Another important feature of agrarian revolution was the enclosure movement. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നതാണ് എൻക്ലോഷർ മൂവ്മെൻ്റ് ആയിരുന്നു. The small and scattered holding of farmers were consolidated into large and compact estate. ഇപ്പോൾ ഫാമേഴ്സിൻ്റെ കീഴിലുള്ള കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ, അപ്പോൾ അതിനെയെല്ലാം കൂടി എന്ത് ചെയ്തു ഒരുമിച്ച് ചേർത്ത് കൊണ്ടൊരു വലിയ പ്രദേശമായിട്ട് എന്ത് ചെയ്തു മാറ്റി. ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് എന്താ എൻക്ലോഷർ സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് വാസ് ഡൺ ബിക്കോസ് improve and scientific method of cultivation were possible only in big farms. ഇത് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വലിയ ഫാമുകളിൽ നമുക്ക് എന്തുമാത്രം ഉപയോഗിക്കാൻ പറ്റും, സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഉപയോഗിക്കും. സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ ഈ സ്മാൾ പ്ലോട്ട്സ് ഈസ് നോട്ട് സൂട്ടബിൾ. അതുകൊണ്ട് എന്ത് ചെയ്തു ഈ എൻക്ലോഷർ മൂവ്മെൻറ്റ് വഴി എന്ത് ചെയ്തു എല്ലാ സ്മാൾ പ്ലോട്ട്സ് ഓഫ് ഏരിയാസിനെയും എന്ത് ചെയ്തു മെർജ് ചെയ്യിപ്പിച്ച് വലിയ പ്ലോട്ടുകളായിട്ട് ഉപയോഗിക്കുകയും അവിടെ എന്ത് ചെയ്തു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ എന്ത് ചെയ്തു അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. The British government encouraged the enclosure movement by special legislation as it wanted to make nations self-sufficient in food. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു നിയമനിർമ്മാണ പ്രക്രിയയിൽ കൂടി ഈ ഒരു പ്രക്രിയയെ എന്ത് ചെയ്തു എൻക്ലോഷർ മൂവ്മെൻറ്റിന് കൂടുതൽ പ്രോത്സാഹനം നൽകി. കാരണം എന്ന് വെച്ചാൽ എന്താണ് അവർക്ക് ഈ രാജ്യത്തെ എന്താക്കി മാറ്റണമായിരുന്നു, ഭക്ഷ്യോൽപാദന കാര്യത്തിലൊരു സ്വയം പര്യാപ്തതയുള്ള രാജ്യമാക്കി ആരെ മാറ്റാൻ ആഗ്രഹിച്ചു, ഇംഗ്ലണ്ടിനെ മാറ്റാൻ ഗവൺമെൻറ് ആഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്തിനെ പ്രോത്സാഹിപ്പിച്ചു, എൻക്ലോഷർ മൂവ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ അടുത്തത് റിസൾട്ട്സ് ഓഫ് അഗ്രേറിയൻ റവല്യൂഷനാണ്. ദ അഗ്രേറിയൻ റവല്യൂഷൻ ക്രിയേറ്റഡ് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ്. ഒരുപാട് വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് കഴിഞ്ഞു, അഗ്രേറിയൻ റവല്യൂഷന് കഴിഞ്ഞു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റവല്യൂഷൻ അഗ്രികൾച്ചർ ബിക്കം ക്യാപിറ്റലിസ്റ്റ് ആൻഡ് എൻക്ലോഷർ ഓഫ് ലാൻഡ് വാസ് അക്കംപ്ലിഷ്ഡ്. ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് എന്തായി മാറപ്പെട്ടു, ഒരു ക്യാപിറ്റലിസ്റ്റ് കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്തു മാറപ്പെടുകയും അതുപോലെ തന്നെ എന്താണ് ഈ ലാൻഡിൻ്റെ എൻക്ലോഷർ എന്ത് ചെയ്യാൻ കഴിഞ്ഞു നടപ്പിലാക്കാനും കഴിഞ്ഞു. The small scale farmers who had not the money to buy the new machines compelled to sell their lands to their neighboring big landowners. അപ്പോൾ എന്താ ഈ സ്മാൾ സ്കെയിൽ ഫാമേഴ്സ് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇവിടെ ഉപയോഗിക്കുന്ന വലിയ വലിയ മെഷീനുകൾ ഒരിക്കലും അവരെ കൊണ്ട് വാങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ അത്രയും ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, they were compelled to sell their small plots to the neighboring big landowners. അടുത്തുള്ള ബിഗ് ലാൻഡ് ഓണേഴ്സിന് അവരുടെ ഭൂമി അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, വിൽക്കുന്നതിന് അവർ നിർബന്ധരാവുകയുണ്ടായി. Thus agriculture became capitalist. അങ്ങനെ കൃഷി എന്തായി മാറപ്പെട്ടു, ഒരു മുതലാളിത്തത്തിലേക്ക് എന്ത് ചെയ്യുന്നു മാറപ്പെട്ടു. സ്മാൾ സ്കെയിൽ ഫാമിംഗ് ഡിസപ്പിയർഡ് ആൻഡ് എൻക്ലോഷർ മൂവ്മെൻറ്റ് ബിഗാൻ. അപ്പോൾ എന്താ ചെറുകിട കൃഷി സമ്പ്രദായം അപ്രത്യക്ഷമാവുകയും അതിന് പകരം എന്ത് ചെയ്തു എൻക്ലോഷർ മൂവ്മെൻറ്റ്, ഭൂമി എൻക്ലോഷർ ചെയ്യുന്ന കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രവണത തുടരുകയും ചെയ്തു. ദി ഏജ് ഓഫ് ലാർജ് സ്കെയിൽ ഫാമിംഗ് ബിഗാൻ. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ലാർജ് സ്കെയിൽ ഫാമിംഗ് ഇവിടെ എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്യുന്നു. ദിസ് വാസ് പിക്ചേർഡ് ആസ് ഗ്രീൻ റവല്യൂഷൻ. അതായത് പേരിൽ അറിയപ്പെട്ടു ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന പേരിൽ എന്ത് ചെയ്തു അറിയപ്പെടുകയും ചെയ്തു. നമ്മുടെ ഹരിത വിപ്ലവം ഇതുമായിട്ട് ബന്ധമില്ല. നമ്മുടെ എല്ലാം ഫുഡ് ക്രൈസിസ് ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു ഗവൺമെൻറ് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് എന്താ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. So it increased agriculture production. അതെന്തിന് കാരണമാവുന്നു, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന കാരണമാവും. The price of food grains was greatly reduced as a result of increased production. ഉൽപ്പാദനം കൂടി വന്നതിൻ്റെ ഫലമായിട്ട് വിലയിൽ എന്ത് ചെയ്തു കുറവുണ്ടായി. People got enough money to
spare and that was spent on luxurious and comforts. നിങ്ങൾക്ക് ധാരാളം പണം അവർ ആവശ്യം വരികയും അതെന്തിനാ ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പ്ലെൻഡിഡ് ലൈഫ് നയിക്കുന്നതിന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ആ പണം സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞു. ഇനി ദ സോഷ്യൽ റിസൾട്ട് ഓഫ് അഗ്രറിയൻ റവല്യൂഷൻ വാസ് നോട്ട് ഗുഡ്. സാമൂഹ്യപരമായ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ നല്ലതല്ലായിരുന്നു. ദ സ്മാൾ സ്കെയിൽ ഫാമേഴ്സ് ഫോംഡ് ദ ബാക്ക് ബോൺ ഓഫ് ദ കൺട്രി. കാരണം സ്മാൾ സ്കെയിൽ ഫാമേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ നട്ടലുകളായിട്ട് എന്ത് ചെയ്യുന്നത് മാറിയിരുന്നത് ദേ വെയർ ഡിസപ്പിയർഡ്. അവരെന്ത് ചെയ്തു, ഇല്ലാതാവും. കാരണം അതിന് പകരം നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ബിഗ് ലാൻഡ് ഓണേഴ്സ് ക്യാപിറ്റലിസ്റ്റ് എന്ന പേരിൽ എന്ത് ചെയ്തു, ക്യാപിറ്റലിസ്റ്റ് എന്ന പേരിൽ ബിഗ് ലാൻഡ് ഓണേഴ്സ് എന്ത് ചെയ്തു, ഇവിടെ എമർജ് ചെയ്തു. മെനി ഓഫ് ദ മൈഗ്രേറ്റഡ് ടു ദ ഫാക്ടറീസ്, ദേ ബിക്കെയിം ഫാക്ടറി ലേബേഴ്സ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ പല ആളുകളും എന്ത് ചെയ്തു, ഫാക്ടറി വർക്കേഴ്സായിട്ട് മാറപ്പെട്ടു. കാരണം ഒരു ഫാക്ടറികളിലേക്ക് എന്ത് ചെയ്തു, സ്മാൾ സ്കെയിൽ ഫാമേഴ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ ദ കൺട്രി സൈഡ് ആൾസോ സ്പ്ലിറ്റ് took place between the landowners and the agricultural laborers. ഇനി ഗ്രാമങ്ങളിൽ പോലും എന്ത് ചെയ്യപ്പെട്ടു, ലാൻഡ് ഓണേഴ്സിൻ്റെ പേരിലും അഗ്രികൾച്ചറൽ ലേബേഴ്സിൻ്റെ പേരിലും എന്ത് ചെയ്യുന്നു, ആളുകളെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത്. സോ ദാറ്റ് ക്രിയേറ്റഡ് ഗ്രേറ്റ് ട്രബിൾസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ധാരാളം കുഴപ്പങ്ങൾ ഇതുപോലെ എന്ത് ചെയ്തു, ഉണ്ടാവുകയും ചെയ്തു. The small scale farmers, when they sold their lands, lost their right of voting. ഈ സ്മാൾ സ്കെയിൽ ഫാമേഴ്സിന് അവരുടെ ഭൂമി വിട്ടപ്പോൾ എന്ത് ചെയ്തു, അവരുടെ വോട്ടവകാശം ഇവിടെ എന്ത് ചെയ്തു, നിഷേധിക്കപ്പെട്ടു. ബിക്കോസ് ദേ സ്റ്റോപ്ഡ് ടു ബി ലാൻഡ് ഓണേഴ്സ്. കാരണം ഇവർ ആരുടെ കൈവശമായി, അവരുടെ ജീവിതം പോലും എന്താ ഈ ലാൻഡ് ഓണേഴ്സിൻ്റെ കൈവശത്തിലേക്ക് മാറുന്ന ഒരു പ്രവണതയിലേക്ക് എന്ത് ചെയ്യുന്നു, മാറപ്പെടുകയാണ്. അവിടുത്തെ സ്മാൾ സ്കെയിൽ ഫാമേഴ്സിൻ്റെ കേസ്. ദ ഡസ് നോട്ട് വില്ലേജസ് കെയിം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് റിച്ച് ആൻഡ് ലാൻഡ് ഓണേഴ്സ്. അപ്പോൾ എന്താണ്, അവർക്ക് എന്താ ഗ്രാമങ്ങൾ പോലും എന്ത് ചെയ്തു, നഷ്ടപ്പെടുകയുണ്ടാവും. അവർ ആരുടെ കൺട്രോളിൽ വന്നു, ഈ ബിഗ് ലാൻഡ് ഓണേഴ്സിൻ്റെ കൺട്രോളിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, മാറപ്പെടുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ലാൻഡ് ഓണേഴ്സ് ഇൻക്രീസ്ഡ് ഇൻ ടു ദ പാർലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പാർലമെൻറ്റിൽ ആളുകളുടെ എണ്ണം, ലാൻഡ് ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിൻ്റെ എണ്ണം എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി. ദ ലാൻഡേഴ്സ് പീപ്പിൾ ബിഗാൻ ടു ട്രൈ ഫോർ പാർലമെൻ്ററി റിഫോംസ്. ഈ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ എന്താ, പാർലമെൻ്ററി ഭരണപരിഷ്കാരങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു, ശബ്ദം ഉയർത്തുകയും ചെയ്തു. The revolution began to spread other parts of the world and even today it was going on. ഈ റവല്യൂഷൻ എന്ത് ചെയ്തു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. ഇപ്പോഴും എന്താ, അഗ്രറിയൻ റവല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ടോ, പല മേഖലകളിലായിട്ട് ഇപ്പോഴും നടക്കപ്പെടുന്നുണ്ട്.